ഹായ് അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ബിസി ആക്കുന്നില്ല, അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കില്ലേ ഒരു റെസിപ്പി തന്നെ ഫസ്റ്റ് കാണിച്ചു തരാം. കുറേ ഫോണിലോളം ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന റെസിപ്പി. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മാങ്ങാൻ്റെ സീസണല്ലേ, മാങ്ങാൻ്റെ എന്തെല്ലോ അതിർപ്പ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ഒന്നാക്കിയിട്ട് നോക്കാം അല്ലേ. ഫസ്റ്റ് ഇട്ടത് ഈത്തപ്പഴം അരച്ചതാണ്, 2 3 4 ഈത്തപ്പഴം. അതിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു, പിന്നെ മുളക് പൊടി, ഉപ്പ്, ഒരിത്തിരി സിർക്ക ഒഴിച്ചിട്ട് ഫുള്ളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെല്ലാം വേർഷനിൽ മുളക് മിക്സ് മസാല ആക്കുന്നില്ലേ, അപ്പോൾ ഇതും ഇങ്ങനെയൊന്ന് ഞാൻ നോക്കിയതാണ്. അതിലേക്ക് ജസ്റ്റ് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മച്ചുഞ്ചി മക്കളെല്ലാം വന്നിട്ടുണ്ട്. ഒരു കുറേ സായത് എടുത്തിട്ടിച്ചിട്ട് അപ്പോൾ ഓരെല്ലാം വന്നിട്ടാകുമ്പില്ലേ നമുക്കിങ്ങനെ ഒരു വെറൈറ്റി ആക്കാൻ, എന്തെങ്കിലും ഗെയിം ആക്കാൻ, വീഡിയോ ആക്കാൻ, അങ്ങനെയുള്ള എന്തോ ഒരു ഇൻട്രസ്റ്റ്. നല്ല വാങ്ങാന്ന് പറയുക പുള്ളറിങ്ങനെ ഒരു കുറച്ച് വലുതായിട്ടാകുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല മസാല നല്ല മജാന്ന് ഓർ വന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി എല്ലാം ആക്കുവാറുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഇപ്പിൻ്റെ നല്ല മസാല വെളുത്ത കൈ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചന്തമുള്ള കൈ നിൻ്റെ അല്ല, നിൻ്റെ കൈയോട് കുഴക്കുന്നില്ലേ, അങ്ങനെ അവൾ കുഴച്ചിട്ടെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് മിക്സ് ആയിട്ടായിട്ടില്ല എല്ലാവരും എക്സ്പ്രഷൻ ഇടുന്നു. ഈ പുളിയും ഇതും പുള്ളമാർക്ക് എന്തോ ഒരിതല്ലേ. അപ്പോൾ ശരിക്കും ഒരു എക്സ്പ്രഷൻ ഇട്ട ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയോ, അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഓനിക്കും വേണം എന്നിട്ടില്ലേ ഭയങ്കര അൽമാക്കുന്നുണ്ട്. അങ്ങനെ മാജുദ അവൻ്റെ പറക്കിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല അതിൻ്റെ മുഖം. ഓന് ഫസ്റ്റ് മാങ്ങാലിട്ട് കഴിച്ചത് അതിൻ്റെ മുള മാത്രം ഞറിഞ്ഞാൽ അങ്ങനെതാ. ഒരു 2 മിനിറ്റിന് ശേഷം പാത്രം കാലിയായി വൈകില്ല അറിഞ്ഞാൽ. അതെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം എല്ലാം പിന്നെ ഞാൻ ടൗണിലൊന്ന് പോയിട്ടുണ്ടായി. കാസർഗോഡ് ടൗണിൽ ഞാൻ ഇങ്ങനെ ഒരു നടുക്കലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും നമുക്ക് വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം മേങ്ങാൻ അതൊരിങ്ങനെ ഇടുന്ന ഇതെല്ലാം നതലോളം പോയിട്ടാകുമ്പോൾ ഒരു സമാധാനം. മുമ്പേ വെക്കുമോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ടൗണിൽ പോകും, അല്ലെങ്കിൽ ബദിയടുക്ക ടൗൺ അല്ലെങ്കിൽ കാസർഗോഡ് ടൗൺ. അസുർപ്പായ സ്റ്റാൻഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറക്കും, എന്നിട്ട് കുറച്ച് അപ്പുറം പോയിട്ട് വണ്ടി നിർത്തും. അപ്പോൾ ഞാനിടുന്ന് ഇങ്ങനെ ഓരോരോ സാധനം ചീര, വെണ്ടക്ക, തക്കാളി, അങ്ങനെ ഇങ്ങനെ മറ്റേ മുളക്, നല്ല ചെറിയണക്ക് എല്ലാം മേങ്ങിയിട്ട് അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് വണ്ടിയിൽ കയറിയിട്ട് പോകും. എല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പേലോട്ട് അതാകുമ്പോൾ ഒരു ശരിയാകുന്നില്ല. ഈ തലേന്ന് നടന്നെങ്കിൽ ഒരു ഇത്തിരി കുറച്ച് അപ്പുറോളം നടക്കണം. അപ്പോൾ എല്ലാം ഈ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലുണ്ടല്ലോ സംഭവങ്ങളെല്ലാം. അങ്ങനെ എല്ലാം നോക്കിയിട്ട് എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം മേങ്ങിയിട്ടതിന് ശേഷം പിന്നെ ലാസ്റ്റാന്ന് കയറൽ വണ്ടിയിൽ. അങ്ങനെ എല്ലാം മേങ്ങിയിട്ടുണ്ട്. ടൗണിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ലിസ്റ്റാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ നോക്കിയിട്ട് ഓരോന്നേ മേങ്ങും. പിന്നെ നോക്കാതെ ഉള്ളത് അനാവശ്യമായിട്ടുള്ളത് മേങ്ങും. അങ്ങനെയല്ലോ മേങ്ങിയിട്ട് പച്ചക്കറി, പച്ചമുളക്, അങ്ങനെ ഇങ്ങനെ തക്കാളി, സ്ട്രോബെറി, ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിൾ, മറ്റേ മറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിക്കും നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം മേങ്ങിയിട്ടായിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഈ ടൈമിലില്ല ഞാൻ ചെറിയ പിള്ളേരൊന്നും വണ്ടി നിറക്കില്ല, അത് കുത്തൊക്കെ ഒരു നടക്കണം നടത്തോളം. അപ്പോൾ നല്ല ഫ്രഷ് നെല്ലിക്കെല്ലാം വന്നിട്ടുണ്ട്. നെല്ലിക്ക, പച്ചമാങ്ങ എല്ലാം എടുത്തിന്. അതെല്ലാം എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ അതിൻ്റെ മുടിയെടുക്കാൻ പോയിട്ടുണ്ടായി. ഭയങ്കര ഇരച്ചിലറിഞ്ഞ ഞാൻ ഭയങ്കര ഇരച്ചില്ലെങ്കിലേ ഫസ്റ്റ് എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ ഉറങ്ങുന്നുണ്ടായി. അപ്പോൾ ഉറങ്ങുമ്പോൾ സമാധാനത്തിൽ കൊണ്ടുവന്നിട്ടില്ല മെല്ലെ ഇത് അതിൻ്റെ മടിയിലിരുത്തിയിട്ട് എടുക്കുന്നുണ്ട്. കയറിച്ചൽ തുടങ്ങിയില്ലേ കുറച്ച് കഴിയുമ്പോഴേക്ക്. ഇത് സംഭവം മുടിയെടുക്കുന്നതിൻ്റെ പ്രശ്നമല്ല, അവൻ്റെ ബൈക്കെല്ലാം മുടി പോകുമ്പോഴേക്ക് ഭയങ്കര വിക്രാന്ന് അവന്. അങ്ങനെ കരിഞ്ഞിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും എല്ലാം എടുത്തിട്ട് ഒരു അരമണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷം അങ്ങനെ മുടിയെടുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പുരക്ക് വന്നിട്ടില്ലേ കുറച്ച് അച്ചാറിടുന്ന പണിയുണ്ടായി. അപ്പോൾ അച്ചാറെല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം ഇല്ലേ ഇതിലൊരു ഏകദേശം ഒരു 5 kg അടുക്കുണ്ട്, അത്ര ഉണ്ട്. അത് ഈ മംഗലത്തിൻ്റെ ഓർഡർ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായി 5 kg വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രഷ് ഓർഡർ ഇട്ടിട്ട് അവർക്ക് കൊടുത്ത് വിട്ടിട്ട് അതിന് ശരി ഞാനിങ്ങനെ ഉപ്പിലിട്ടിട്ട് ഇപ്പോൾ വെക്കുന്നത് സിർക്കവും ഇത് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ആവശ്യക്കാർ ചോദിച്ചെങ്കിൽ അപ്പോഴേക്കപ്പോൾ ജസ്റ്റ് ഒരു 2 ദിവസം മുമ്പ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കലാണ്. അങ്ങനെ ഓർപ്പോൾ 5 കിലോനെ അവർക്ക് വേണമെന്ന് വെച്ചിട്ടില്ലേ അങ്ങനെ തന്നെ ഒരു ടിന്നിൽ സെറ്റാക്കിയിട്ട് ആ സ്റ്റിക്കർ മാറ്റി നമ്മളെ തന്നെ കിച്ചണിൻ്റെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് അത് ഡെലിവറി ആക്കിയതിന് ശേഷം ഇല്ലേ ഭയങ്കര മഴ. ഇത് ഇന്നലത്തെ എന്തോ അല്ല വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി എറിഞ്ഞാൽ. അപ്പോൾ നല്ല മഴ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു എടുക്കാതിരിക്കാൻ. എനിക്ക് പിന്നെ മഴ എന്തോരിഷ്ടം പറഞ്ഞാൽ എന്തോരിഷ്ടം അല്ലെങ്കിൽ എന്തോരിഷ്ടം. അങ്ങനെ നിരിക്കാതെ വന്നത് നമ്മൾ പാത്രമെല്ലാം ഒക്കെ കയറ്റ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ ബാസ്ക്കറ്റിലിട്ടിട്ട് അതെല്ലാം നനഞ്ഞുപോയി. ഡ്രസ്സ് പിന്നെ പാർക്കിങ്ങിലുള്ളതുകൊണ്ട് ഡ്രസ്സിൻ്റെ പ്രശ്നമില്ല. അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഒന്നില്ലേ എവിടെ വന്നിട്ടുണ്ടായിന്നറിയോ നമ്മളെ ബേക്കല ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായി. ഈ ബേക്കല ബീച്ച് വന്നെങ്കിൽ എന്തോ ഒരു മനസ്സിലൊരു സമാധാനം എന്തെന്ന് അറിയുന്നില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് അറിഞ്ഞാൽ. ഈ ബസ് ഇങ്ങനെ സുഖമില്ലാതെ നടക്കാൻ കഴിയുന്നില്ലെങ്കിലും ബേക്കല ബീച്ചിലേക്കെല്ലാം വരും. ഇപ്പോൾ സുഖമില്ല എന്നിട്ട് നമ്മൾ പുരലെന്നെ ഇരിക്കല എവിടേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ലെങ്കിലും എവിടെയെങ്കിലും പോകേണ്ട അടുത്തേക്കെല്ലാം ആവശ്യത്തിനെല്ലാം പോവും.
പിന്നെ ഫംഗ്ഷനെല്ലാം ഇങ്ങനെ വലിയ വലിയ അങ്ങനത്തെ എല്ലാം മാറ്റി വെച്ചിന്. ബാക്കിയുള്ള സംഭവം നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞമ്മലായിട്ട് പോകുന്നൊരിതില്ലേ, അടുത്തേക്കെല്ലാം പോയിട്ട് ഒന്ന് പെരലെന്നെ ഇരിക്കുമ്പോൾ ഒരു മെയിൻ്റെ ഒരു എന്തോ പോലെ ആണെന്നല്ലേ, ഒന്ന് മെയിൻ്റെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ കറങ്ങലും പോലെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ബീച്ചിൽ വന്നിട്ട് ബീച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നെങ്കിൽ, ബീച്ചിലിങ്ങനെ നോക്കിയിരുന്നെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് എന്തോ ഒരു സമാധാനമല്ലേ. ബീച്ചിലേക്കല്ലേ ഞാൻ ഒരു സമാധാനം തടിച്ച് പോയത്. ആടെ നോക്കുമ്പോഴാണല്ലോ ഇപ്പം ലീവല്ലേ, ഭയങ്കര തിരക്ക്. ബേക്കലം ബീച്ചിൽ മറ്റേ എൻഗേജ്മെൻറ്റ് നടക്കുന്നുണ്ട്, ബ്രൈഡലിൻ്റെ വീഡിയോ ഷൂട്ട് നടക്കുന്നുണ്ട്, പുള്ളന്മാരെ ബർത്ത്ഡേ ഷൂട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ലൈറ്റില്ലേ, നല്ല തിരക്കുണ്ട്. കാണാൻ നല്ല പാങ്ങുണ്ട്. ഇങ്ങനെ നോക്കാനും നോക്കി നിൽക്കാനും എത്ര ടൈം പോകുന്നത് അറിയേയില്ല. അറിഞ്ഞാൽ ബേക്കലം ബീച്ച് ഉണ്ടാക്കിയതായിരുന്നൊന്നും അറിയില്ല. പക്ഷെ ഉണ്ടാക്കിയവർക്കൊരു ബിഗ് താങ്ക്സ് കൊടുക്കണം. അറിഞ്ഞാൽ നമ്മളൊരു മൈൻഡെല്ലാം ഒന്ന് ഫ്രീ ആവാൻ, ഒരു നല്ലൊരു പൊലിസാക്കാൻ, ഫാമിലി എല്ലായിട്ടും ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. നമുക്ക് നല്ല സമാധാനമാണ് അവിടെ പോയിട്ട് ഇരുന്നിട്ട്, ആ ബീച്ചിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ടല്ല വരുമ്പോഴേക്ക് അങ്ങനെ നമ്മൾ കണ്ടതും കേട്ടതെല്ലാം കഴിച്ചിട്ടും മേങ്ങിയിട്ടും തോന്നിട്ടെല്ലാം അന്വേഷിച്ചില്ലേ. ഇപ്പോൾ ഒന്നല്ലെന്തിന് ഇങ്ങനെ ഉപ്പിലിടാത്തതും മധുരമുള്ളതും എരിവുള്ളതെല്ലാം എനിക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഞാൻ വെറുതെ എന്താക്കി കുറേ നേരം ഒട്ടകത്തിൽ അതിലെല്ലാം പുള്ളമാറലായിരുന്നു. അതിന് ശേഷം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിലൊന്ന് കയറി അങ്ങനെ വെറുതെ ഒരു മജ. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടില്ലേ, എല്ലാവരും ഇടുന്ന അടുത്തോളം ജസ്റ്റ് റൗണ്ട് ഇട്ടിട്ട് ഇറങ്ങിയതാണ്. മിതാദിൻ്റെ രണ്ടിനെ ഏൽപ്പിച്ചിന്, അനിയത്തിൻ്റെ മോനും ഉണ്ട്, എൻ്റെ മോനും ഉണ്ട്. അങ്ങനെ രണ്ടാളും മിതാദിന് ചെയ്യുന്നുണ്ടറിഞ്ഞാൽ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കില്ലേ ലാസ്റ്റ് നമ്മളെ കണ്ടുപോയി. അങ്ങനെ നമ്മളടുത്തേക്ക് തന്നെ വന്ന് അപ്പോൾ പട്ടം പറപ്പിക്കുന്നു, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അത് കാണുമ്പോൾ അത് വേണം, ഈ ഒട്ടകത്തിനെ കാണുമ്പോൾ അതിലിരിക്കുന്നത് അത് വേണം, ഇപ്പുറത്തെ മറ്റേ ഊഞ്ഞാലിൻ്റെ മറ്റേ സെറ്റില്ലേ അത് കാണിക്കുമ്പോൾ അതും വേണം അവർക്ക്. അങ്ങനെതാ മിതാദു അപ്പാനല്ലേ എൻ്റെ അനിയത്തിയെല്ലാം ഒട്ടകത്തിലെല്ലാം ഇരുന്നിട്ടുണ്ടായി. അങ്ങനെ അപ്പോൾ ഓറയിലിരുന്നിട്ട് അവൻ എന്താക്കി ഈ ട്രെയിനിലിരിക്കാതെ വെറുതെ ഒരു റൗണ്ട് ഇട്ടിട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ബിസിയാക്കിയിട്ടും ഈ ബീച്ചിൻ്റെ മനോഹാരിത നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നോക്കിയിട്ടും നിന്നിട്ടും നടന്നിട്ടും എല്ലാം ആയിട്ടാണ് പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് വന്നത്. ബീച്ചിലേക്ക് പോകാൻ ഇഷ്ടം, ബീച്ച് നോക്കിയിരിക്കാൻ ഇഷ്ടം. പക്ഷെ വെള്ളത്തിന് ഞാൻ ഇങ്ങനെ തൊടയില്ല, എനിക്കൊരു പേടിയല്ല, ഒരു എന്താ പൊയ്യല്ല കല്ലേക്കാൻ ഒരു പിക്കറാന്ന്. അപ്പം ഇങ്ങനെ അവിടെ തന്നെ നോക്കിയിട്ട് കുറേ നേരം ഇരിക്കും. പക്ഷെ വെള്ളം ടച്ചാല എനിക്ക് പിള്ളമാരെല്ലാം കളിക്കും വെള്ളത്തിൽ. ഇങ്ങനത്തെ അടുത്തെല്ലാം പോയെങ്കിൽ ടൈം പോകുന്നത് അറിയുന്നില്ല. കുറേ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നല്ല മജല. നോക്കിയാൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം വെക്കേഷൻ്റെ ടൈമല്ലേ, അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ടൂറെല്ലാം ഇവിടെല്ലാം ഉണ്ട്, ട്രിപ്പെല്ലോ മറ്റേ ഇടയ്ക്ക് വയനാട് ഊട്ടി മൈസൂർ അങ്ങനെ എവിടെയെങ്കിലും. പക്ഷെ ഇക്കുറി അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്ന ഒരു സെറ്റപ്പിലല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ ഇക്കുറി ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ടൂറെല്ലാം ട്രിപ്പെല്ലാം ഇടലില്ലേ, പ്ലാൻ ആക്കിയിട്ടൊന്നും ഇടലില്ല. ഇങ്ങനെ ഒരു ഇടം പോയെങ്കെന്താ, ഒരു ഊട്ടി പോയെങ്കെന്താ, മൈസൂർ പോയെങ്കെന്താ ഇല്ലേ, ഇങ്ങനെ ഒരു ബിസിയാക്കും അപ്പം തന്നെ വേഗാക്കും ഒരു ഇറങ്ങൽ. അത് ഒരാഴ്ച മുന്നേ പ്ലാൻ ആക്കൽ, അതിനെ സെറ്റാക്കൽ, അങ്ങനത്തെ ഒന്നും പരിപാടിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ പോസ് ചെയ്യേണ്ടിട്ടുണ്ടാ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അസ്രോണി ഇതെല്ലാം നടക്കാൻ കഴിയാത്തൊരിതായതുകൊണ്ട് നമുക്ക് പോകാനൊരു ശരിയാകുന്നില്ല. പക്ഷെ എന്നാലും അറിയില്ല, ചിലപ്പോൾ ഞങ്ങൾ പോയെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കഴിയട്ടെ നസ്രോലൊന്ന് സെറ്റായിട്ടാണ് നമുക്ക് പോകാനായിട്ട് ഇങ്ങനെ ടൂറ് മാറ്റി വെച്ചിട്ടുണ്ട്. വെക്കേഷൻ ആണെന്നാൽ തന്നെ ഇല്ല, സ്കൂളുള്ള ടൈമിനായെങ്കിലേ ഞങ്ങൾക്ക് പോകണമെന്നിരിച്ചെങ്കിൽ ഞങ്ങൾ ബാഗാക്കും, രാത്രി ബാഗാക്കും പോകും അങ്ങനെ. അപ്പോൾ ഇത് നമ്മളെ വ്ളോഗേഴ്സ് എല്ലാം ഉണ്ട്. ഈ നമ്മളെ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പരിപാടി ഉണ്ടായി ഒരു ദിവസം. അപ്പോൾ അന്നെടുത്ത വീഡിയോയാണ്. ഇപ്പോൾ കുറേ സായത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സമ്മർ വേറെ വയലോട്ട് വരുന്നുണ്ട്, ഇൻഷാല്ലാ അതിനും പോകണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പി കാണിച്ചു. നാടൻ മുരിങ്ങ ഇട്ടിട്ടുണ്ടായി. മുരിങ്ങ നമ്മളെ പരിപ്പില്ലേ മൈസൂർ ദാള് അത് ഇട്ടിട്ടില്ല, പച്ചമുളക് മുറിച്ചിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെച്ചിന്. കുക്കറിൽ വേവിക്കണ്ട, എപ്പോഴും മുരിങ്ങ വെന്തിട്ട് ഇങ്ങനെ അതിൻ്റെ കാലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ എന്താക്കി എപ്പോഴും മുരിങ്ങ ഉണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെയാണ് വേവിക്കില്ല. അതൊരു തിളക്കുമ്പോൾ വെന്തിട്ടായി അങ്ങനെ. അപ്പോൾ അത് അവിടെ തിളക്കുന്ന ടൈമിൽ ഞാൻ അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് കൊടുന്നിന്. അതിലേക്ക് തേങ്ങവും 2 മുളകും ഇത്തിരി മല്ലിയും പിന്നെന്തിട്ടാ ഞാൻ അരിയുമ്പൊക്കെ വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ പേസ്റ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മിക്സാക്കാൻ കഴിഞ്ഞു. എളുപ്പത്തിൻ്റെ പണി, ടേസ്റ്റുള്ള പണി. ഇത് ഫ്രഷോടെ തന്നെ ഉച്ചക്കല്ല കഴിക്കണോ, പിന്നെ രാത്രിക്കല്ല വെച്ചെങ്കിൽ അത്ര ടേസ്റ്റാകുന്നില്ല. ചൂടോടെ ഉണ്ടാക്കുക, ചൂടോടെ കഴിക്കുക, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ അധികം വെള്ളമാക്കണ്ട, നല്ല കുറുകിയ ചാറ് മുരിങ്ങൻ്റെ. ഇതിലേക്ക് ഓരോരാൾ പയറിടലുണ്ട്, ചക്കക്കുരു ഇടലുണ്ട്, മറ്റേ മുരിങ്ങല്ല മറ്റേ എന്താ പറയുക ബ്രിഞ്ചലില്ലേ മറ്റേ എന്താ വെച്ചാൽ
അതിടലുണ്ട്. ഒരാൾ ഓരോന്നിട്ടിട്ട് വെക്കലാണ്. ഞാൻ നമ്മളെ കയ്യിൽ എന്തുണ്ട് അതിടും. ഇങ്ങനെ അതെന്നാണോ ഇതെന്നാണോ അതുണ്ടെങ്കിൽ മാത്രം വെക്കും, ഇതുണ്ടെങ്കിൽ മാത്രം വെക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മളെ കയ്യിൽ എന്തുണ്ട് അത് വെച്ചിട്ട് ഓരോരു സംഭവം ഉണ്ടാക്കും. അതിനൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ 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 വേറൊരു ദിവസം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് പുറത്ത് പോയെങ്കിൽ ഒരു ചായ, ഒരു ജ്യൂസാ, അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ടതാ എന്തെങ്കിലും കഴിച്ചില്ല ഒരു സമാധാനമില്ല. എന്തില്ലെങ്കിലില്ലേ നമ്മളാ ചിപ്സില്ലേ, മറ്റേ കൊള്ളി ചിപ്സ് അതെങ്കിലും വേങ്ങും, അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ്, അങ്ങനെ ലൈറ്റായിട്ട് ഹെവി ആയിട്ടല്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും വേങ്ങാണ്ട് നമുക്ക് വന്നെങ്കിൽ ഒരു 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 ബേജാറ്. അപ്പോൾ കൊള്ളി ചിപ്സ് എല്ലാം നല്ല ഫ്രഷോടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ഫ്രഷാന്ന്. അയാൾ എഴുതുന്നുണ്ട് ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട് മുതലായിട്ട്. അങ്ങനെയെല്ലാം വിസിയാക്കിയിട്ട് പിന്നെ വന്നതാണ്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പോയത് പിന്നെ എൻ്റെ റിംഗ് ലൈറ്റും പോയിട്ടുണ്ടായി, സ്റ്റാൻഡും പോയിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഡൈൻമേ ലൈഫ് ചെയ്യാത്തത് തന്നെ. അപ്പം നോക്കിയിട്ട് റിംഗ് ലൈറ്റ് മാറ്റി വെച്ച് സ്റ്റാൻഡ് മാത്രമേ മേങ്ങിക്കൊണ്ട് വന്നു. ഞാൻ റിംഗ് ലൈറ്റ് തന്നെ ഇറക്കി മേങ്ങായിട്ട് ഒന്നിച്ചിട്ട് മേങ്ങുമ്പോൾ ഒരു പേടി. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞ് റിംഗ് ലൈറ്റ് മേങ്ങായിട്ട്. പിന്നെ ഫോണിന് അങ്ങനെ റിംഗ് ലൈറ്റ് ആവശ്യം ഉണ്ടാകുന്നില്ല, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. പക്ഷേ ഇടയിലൊരു ഒറ്റ വണ്ടിയായിരുന്നു നമുക്ക് ഉള്ളിലത്തെ വീഡിയോയിൽ എടുക്കുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓർഡർ ഉണ്ടായി. ഇത് ഒരു ദിവസത്തെ വീഡിയോ തന്നെയല്ല, ഒരു 5-6 ദിവസത്തെ, ഒരാഴ്ചത്തെ വീഡിയോ എല്ലാം ഇല്ലേ, അതെല്ലാം ഇങ്ങനെ ഒന്നിച്ചിട്ടിടും. അപ്പോൾ അതിന് ശേഷം നമ്മളെ നെയ്ബർ ഒരു മംഗലത്തിന് പോയിട്ടാണ് നമ്മളെ ഷോപ്പിലുള്ളവരെ അയാളെ മോൻ്റെ മംഗലം. അപ്പോൾ ഒരു കുറേ വിളിച്ചിന്, നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ട് വിളിച്ചിന്. അപ്പോൾ എന്തായാലും വരാതെ കയ്യിലായിട്ടില്ലേ, ഞാനും പോയിട്ടുണ്ടായി. ഞാൻ ഏട്ടത്തികളപ്പ പിന്നെ ഒരു അനിയത്തി, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിട്ട് പോയതാണ്. അപ്പോൾ പോയിട്ട് അടുക്കെത്തുമ്പോൾ തന്നെ നല്ല വെൽക്കം ഡ്രിങ്ക് ഏരുടെ അറിയോ, നമ്മളെ പാലസിലാണ് മംഗലം ഉണ്ടായത്. യാളാ ആടെ പോയ അവസ്ഥനില്ലേ പറയാതിരിക്കാൻ പോയി, അത്ര മജ അതിന് പോയിട്ട്. ഇതെല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞാൽ പുള്ളന്മാറും വലിയ ആളൊന്നുമില്ല. കണക്കെ അതിലെ തിരിയുമ്പോൾ ഒരാൾ ഇപ്പുറത്തെല്ലാം തിരിയുമ്പോൾ ഒരാൾ. മാഷാ അല്ലാഹ് നല്ല വാങ്ങണ്ടായി. നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ ഇങ്ങനെ പോയിനെ, നമുക്ക് അങ്ങനെ ആരും പരിചയമില്ലല്ലോ. നമുക്ക് ഈ ഓറ മാത്രമേ നമ്മളെ ഷോപ്പിലുള്ളതുകൊണ്ട് ഉപ്പാനെ മാത്രം പരിചയം. അതിൻ്റെ ഓർക്കെല്ലാം അറിയോ, നമ്മളറിയോ, അങ്ങനെ ഇങ്ങനെ ആയിട്ട് പോയിട്ട് അടുക്ക് എത്തിയിട്ടാകുമ്പോൾ നല്ല മജ ഉണ്ടായിന്. ഫുള്ള് നമ്മൾ ഉപ്പള, പിന്നെ പനന്തിയോട്, മറ്റേ കൈക്കമ്പ, പിന്നെ അങ്ങോട്ട് തൊക്കോടില്ലേ, അങ്ങോട്ടുള്ള കുറേ ഫോളോവേഴ്സ് ഉണ്ട് നമ്മളധികം. അങ്ങനെ എല്ലാവരോടെ കഥ പറഞ്ഞുകൊണ്ട് ബിസി ആയിക്കൊണ്ടില്ലേ. ലാസ്റ്റ് എങ്ങനെ ഫുഡിൻ്റെ അടുത്തേക്ക് എത്തി. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടായിരുന്നത്. നല്ല ചൂടോടെ ഉണ്ടായിന്, ചൂടോടെന്നില്ലെങ്കിൽ അങ്ങനത്തെ ചൂടുണ്ടായി. അപ്പം നമ്മിങ്ങനെ ബിസി ആയിക്കൊണ്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് ബോറായിട്ടില്ല വിചാരിച്ചത്തെ പോലെ, എല്ലാവരും ഉണ്ട് മുണ്ടിയുണ്ട് നിലയിട്ട്. അപ്പോൾ അപ്പോഴേക്കാണ് പിന്നെ ഒരു ഫോളോവേഴ്സ് വരുന്നത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, നമ്മളിതിപ്പോൾ 10,000 സംതിങ് അത്ര തന്നെയല്ല അതിനത്. അപ്പം ഇത്ര എല്ലാം ഉണ്ടെങ്കിലേ ഇവർ വലിയ സെലിബ്രിറ്റി അല്ലേ എടുക്കല്ല പോയെങ്കിൽ എന്തെല്ലാം അവസ്ഥ. ഇങ്ങനെ വിചാരിക്കുന്നവരോന്ന്. അങ്ങനെ മൈസൂർ പാക്കും കഴിച്ചിട്ടില്ലേ, ഇങ്ങനെ വരുമ്പോൾ കഥാ ചക്ക വേരിലും കഴിക്കുന്നിട്ട് ഒരു പഞ്ചലേട്ടിനാ, അതുപോലെ അവിടെ ചക്ക എല്ലാം ഉണ്ടായിന്. അങ്ങനെ അതും നോക്കിയിട്ട് വന്നതിന് ശേഷം മാഷാ അല്ലാഹ് നീ കണ്ടോണ്ടിട്ടുണ്ടല്ലേ. പുതിനാട്ടിൻ്റെ ഒക്കെ എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് പിന്നെ അടുത്ത പുതിയ പെണ്ണും മടലും മുണ്ടിട്ടില്ല. അതിന് ശേഷം പിന്നെ ഞാൻ മടന്ന് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ, കമൻറ്റും വേണം, ലൈക്കും വേണം. അറിഞ്ഞാൽ കമൻറ്റെല്ലാം നിങ്ങൾ ഇട്ടിട്ട് അതിന് വായിക്കുമ്പോൾ അതിൻ്റെ റിപ്ലൈ തരുമ്പോൾ ഒരു മജന്നാണ്. നിങ്ങളിട്ട കമൻറ്റെല്ലാം ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒരാൾ കുറേ സൈസിലെന്ന് ഇടിയപ്പത്തിൻ്റെ പാലിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാവേ, ഞാനത് നോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ പച്ച മസാല കറിയും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഓർഡർ ഉണ്ടായിട്ടില്ല, പിന്നെ നമ്മൾ പെരക്കും ഉണ്ടാക്കിയിട്ടില്ല ഇടിയപ്പം പാലും. ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നിൽക്കും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇടിയപ്പം പാലെല്ലാം സിമ്പിളല്ലേ, വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി പെരുന്നാളും കാര്യങ്ങളെല്ലാം വരുന്നല്ലേ, നോക്കട്ടെ പെരുന്നാളിൻ്റെ റെസിപ്പിയെല്ലാം ഉണ്ടെങ്കിൽ, പുഡിങ്ങിൻ്റെ റെസിപ്പിയെല്ലാം ഉണ്ടെങ്കിൽ ഇട്ടുതരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.